വികസനം ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് എന്താണ്, ഈ നാടിനെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് CPM-നും UDF-ന്റെ രാഷ്ട്രീയമല്ലേ. എത്ര കൊല്ലമായി ഭരിച്ച് കോൺഗ്രസും CPM-ഉം നമ്മുടെ നാടിനെ നശിപ്പിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ പറയുന്നു. അപ്പോ അതിന് മാറ്റം കൊണ്ടുവരാനും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, രാഷ്ട്രീയ ചർച്ചയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ. വികസനമാണ്, ജനങ്ങളുടെ അവകാശമാണത്. അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം ചെയ്യുന്നത്. അപ്പോ അതെല്ലാം വിട്ട് കോൺഗ്രസ് ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു, CPM SDPI-ന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. അവരെ അവസരവാദ രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് വികസന രാഷ്ട്രീയം ചെയ്യുന്നത് ഒരൊറ്റ മുന്നണിയാണ് NDA. അവര് ഞങ്ങൾക്ക് പിന്തുണ കിട്ടുന്നുണ്ട്, ജനങ്ങളും തരുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടിയും തരുന്നുണ്ട്. എസ് രാജേന്ദ്രൻ, തൊട്ടു പിന്നാലെ NDA സാബുവും ജേക്കബ്. ഇനിയും NDA-യിലേക്ക് മുന്നണികളും ആളുകളും എത്തും. എനിക്കൊരു സംശയമില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് കാരണം ഇതിന്റെ ഒരു കാരണമുണ്ട്. ജനങ്ങളുടെ ആവശ്യം ഇതാണ്, വികസനമാണ് അവരാവശ്യം. അപ്പോ ആത്മാർത്ഥമായി വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു NDA ആണെങ്കിൽ ജനങ്ങൾ പിന്തുണ തരുന്നുണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് എന്തുകൊണ്ടാണ്? വലിയ തന്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. വികസനത്തെക്കുറിച്ച് സംസാരിച്ചു, വികസനം ഞങ്ങൾ തരും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ വാഗ്ദാനം കൊടുത്തു, ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തന്നു. അതുപോലെ തന്നെ ഈ ട്രെൻഡ്, നിങ്ങൾ കാണുന്ന ട്രെൻഡ്, NDA-ന്റെ ഈ വികസന രാഷ്ട്രീയത്തിന്റെ ഒരു അക്സെപ്റ്റൻസ്, ജനങ്ങളുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയക്കാരുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയ പാർട്ടീസിന്റെ മനസ്സിലൊരു അക്സെപ്റ്റൻസും, ഇതാണ് നിങ്ങൾ കാണുന്നത്. എറണാകുളം ജില്ലയിൽ എത്രത്തോളം സീറ്റ് പിടിക്കാൻ ഈ 2020-യുടെ മുന്നേ? അതല്ല, പിന്നെ സംസാരിക്കാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ സംസാരിച്ചത്. ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. ഇന്ന് NDA മീറ്റിംഗ് നടക്കേണ്ടതായിരുന്നു. ഇന്ന് NDA മീറ്റിംഗ് രാവിലെ ചേരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ചില സർപ്രൈസുകൾ ഉണ്ട് എന്ന്, അതായത് 3 മണിക്ക് NDA ചെയർമാൻ കൂടിയായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്നുള്ള അറിയിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ചില അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരമൊരു വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. 2020 NDA-യുടെ ഭാഗമാകുന്നു എന്നുള്ള വിവരം. എന്തായാലും 2020 NDA-യുടെ ഭാഗമായി കഴിഞ്ഞു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പാർട്ടി പരിപാടിയിൽ, അതായത് 2 പരിപാടിയുണ്ട്. ഒന്ന് ചില പദ്ധതികളുടെ പ്രഖ്യാപനമാണ്. അതിനുശേഷം നടക്കുന്ന പാർട്ടി പരിപാടിയിൽ NDA-യിൽ ഔദ്യോഗികമായി ചേർന്നുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തും. എന്തായാലും വികസനം എന്നുള്ള കാഴ്ചപ്പാട് മുന്നിൽ നിർത്തിയാണ് NDA-യുടെ ഭാഗമാകാൻ സാബുവും ജേക്കബ് തയ്യാറായത് എന്ന് രാജീവ് ചന്ദ്രശേഖറും പറയുന്നു. അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാബുവും ജേക്കബും അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു മുന്നണി അത് BJP NDA മാത്രമാണ്. അതുകൊണ്ടാണ് NDA-യുടെ ഭാഗമായത്. മറ്റു ചർച്ചകൾ, അതായത് UDF-മായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനെല്ലാം ഇനി മുൻപ് നടന്ന ചർച്ചകളൊന്നും ഒരു പ്രസക്തിയില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കുന്നതിൽ പ്രസക്തിയില്ല. NDA-യുടെ ഭാഗമായി കഴിഞ്ഞു. NDA-യുടെ ഭാഗമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയുമെന്നും പറഞ്ഞിട്ടുണ്ട്. 2020-യുടെ NDA-യിലേക്കുള്ള പ്രവേശനം, അതിനുശേഷം അതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഉമേഷ് ബാലകൃഷ്ണനുമായി സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസനം തന്നെയാണ് ഇരുകൂട്ടരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്നിച്ചു നിൽക്കും. കേരളത്തിൽ UDF LDF മുന്നണികൾ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഈ നിലയിലാക്കി. ഇനിയും മുന്നോട്ട് പോയാൽ കേരളം എന്ന സംസ്ഥാനം തന്നെ ഉണ്ടാകില്ല. വികസനം ലക്ഷ്യമിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിൽ 2020-യും കൂടെ ചേരുന്നു. നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2020-യുടെ പ്രഖ്യാപനമുണ്ടാകും. ഔദ്യോഗികമായി തന്നെ 2020 NDA-യിൽ ചേരുന്നതിന്റെ പ്രഖ്യാപനമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉമേഷ് ബാലകൃഷ്ണനോട് സംസാരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.